അച്ഛ ഒന്ന് പറഞ്ഞു വിടണേ. നീ വന്നേ. സുശീലയായിരുന്നു. എന്താ സുശീലേ, തന്റെ അസുഖമൊക്കെ ഭേദമായോ? ശരിയാണല്ലോ, സുശീലേച്ചി ICUവിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുവാണോ? പരിഹസിച്ചതാണെന്ന് മനസ്സിലായി. അതെ, ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെയാ വന്നത്. എന്നെ ICUവിൽ കിടത്തിയ നിങ്ങളുടെ പുന്നാര മോനെ കാണാൻ. എവിടെ അവൻ? എനിക്ക് വലിയ വാഗ്ദാനങ്ങൾ തന്നിട്ട് അവനിപ്പോ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. ഞാൻ അവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എവിടെ അവൻ? വെപ്രാളം കാട്ടാതെ സുശീലേ, അതിന് ഗോകുലകത്തുണ്ടെങ്കിലല്ലേ നിനക്ക് കാണാൻ പറ്റൂ. അവൻ രാവിലെ ജിമ്മിൽ പോയിരിക്കുക. ഇനി വർക്കൗട്ടും കളിയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10-11 മണിയാവും വരാൻ. കള്ളം പറയല്ലേ സച്ചി സാറേ. അവനെ നിങ്ങൾക്ക് ഒറ്റ ദിവസം ഒളിപ്പിക്കാൻ പറ്റൂ. രണ്ടാം നാൾ അവനെ ഏത് മാണത്തിൽ ഒളിപ്പിച്ചാലും അവനെ ഞാൻ പുറത്ത് ചാടിച്ചിരിക്കും. ഞങ്ങളുടെ മോനെ ഞങ്ങൾ എന്തിനാ ഒളിപ്പിക്കുന്ന സുശീലേ? നിങ്ങൾ അവനെ അന്വേഷിച്ചു വന്നത് എന്തിനാണെന്ന് പറ. സാവിത്രി, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നിങ്ങൾ അറിയാതെ അവനുമായിട്ട് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും അവന് നിങ്ങൾക്ക് നല്ലത്. സച്ചി സാറിന്റെ മകനല്ലേ അവൻ. അവൻ പറഞ്ഞ വാക്കു പാലിക്കുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി. സുശീല, നീ കാര്യം എന്താന്ന് തുറന്നു പറ. അവൻ നിനക്ക് എന്തിനു വേണ്ടി എന്ത് വാഗ്ദാനം നൽകിയത്? അതുപോലെ അവൻ വാക്ക് പാലിക്കാതിരിക്കാൻ എന്താ കാരണം? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ തന്റെ പ്രതിഷേധത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റൂ. ഇല്ല സാറേ, ഇപ്പൊ ഞാനിത് പറഞ്ഞ് നിങ്ങളെ കൂടി ഇതിലേക്ക് വലിച്ചഴിക്കുന്നില്ല. അതിന്റെ സമയമാവുമ്പോ ഞാനത് അറിയിച്ചോളാം. ഗോകുലിന് ഞാനൊരു അവസരം കൂടി കൊടുക്കുക. അവനോട് നിങ്ങൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. അവൻ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ അവന്റെ തലപ്പത്തുള്ള ആൾ അത് പാലിക്കുമെന്ന്. ഗോകുലേ, ഞാനിവിടെ ഉണ്ടച്ച. ഇങ്ങോട്ട് വന്നടാ. എന്തൊക്കെയാ കേൾക്കുന്നൊക്കെ? നീ ഇതെന്തിനുള്ള പുറപ്പാടാ? നിങ്ങൾ ഇങ്ങനെ ചാടിക്കടിക്കാതെ അവനോട് സമാധാനമായിട്ട് ചോദിക്കേ. എടി, സമാധാനമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. ആ പെണ്ണുപിള്ള പറഞ്ഞത് നീ കേട്ടതല്ലേ? ആ സ്ത്രീ പറഞ്ഞത് മാത്രം വിശ്വസിക്കാതെ നമ്മുടെ മോന് പറയാനുള്ളത് കൂടി കേൾക്ക്. മകൻ, അച്ഛനെ പറയിപ്പിക്കാനുണ്ടായി മകൻ. എടാ, ആ സ്ത്രീ നീയുമായിട്ട് എന്താ ഇടപാട്? അന്ന് അവർക്ക് അറ്റാക്ക് വന്ന ആ ദിവസം രാത്രി നീയാണ് അവരെ അവസാനമായിട്ട് വിളിച്ചതെന്ന് ഇന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു. എടാ, സത്യം പറ, നീയും ആ സ്ത്രീയും കൂടെ പ്ലാൻ ചെയ്താണോ മഞ്ചാടിയുടെയും ജീവന്റെയും കല്യാണം മുടങ്ങിയത്? എന്റെ അച്ഛ, അങ്ങനെ വല്ല വാർത്തയും അച്ഛൻ എവിടുന്നേലും കേട്ടോ? ഇല്ലല്ലോ. ആ സ്ത്രീ അച്ഛനോട് അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. കായലിൽ ഒഴുക്കിപ്പെട്ട് ജീവൻ രാജനെ കാണാതിരുന്നോണ്ട് മാത്രമാ അവര് തമ്മിലുള്ള കല്യാണം മുടങ്ങിയത്. എടാ, പക്ഷെ ഇന്ദ്രന്റെ അമ്മയുമായി നീ ഫോണിൽ സംസാരിച്ചത് ആ മഞ്ചാടിയുടെ കല്യാണം മുടങ്ങുന്നതിനെ കുറിച്ചാണെന്ന് നീ ഇന്ദ്രനോട് സമ്മതിച്ചല്ലോ. അതെ, ആ കല്യാണം നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ സുശീലന്റെ വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷെ അവർ ആ കാര്യമൊന്നും സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ച എന്താണോ അതുപോലെ കല്യാണം മുടങ്ങി. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ, ആ ജീവൻ രാജനെതിരെ പണ്ടുണ്ടായിരുന്ന ആ കേസ് പിൻവലിക്കാൻ ഞാൻ എതിർത്തപ്പോ നീയല്ലേ പറഞ്ഞത് മഞ്ചാടിയുടെ ഇഷ്ടം അതാണെങ്കിൽ വിട്ടുകൊടുത്തേക്കാൻ? എന്നിട്ടിപ്പൊ പിന്നെ അവര് തമ്മിലുള്ള കല്യാണം തടയാൻ നീ എന്തിനാ ശ്രമിക്കുന്നത്? എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. പക്ഷെ ഞാൻ കാരണമല്ല ആ കല്യാണം മുടങ്ങിയെന്ന് ഉറപ്പാ. അതായിരിക്കും ദൈവനിശ്ചയം. അതിനാരും എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാനൊന്ന് വിളിച്ചു പോയതിന്റെ പേരില് ആ സ്ത്രീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശുണ്ടാക്കാൻ നോക്കുവച്ചാ. അതിന് ഞാൻ നിന്നു കൊടുക്കണോ? പറയാമേ, നിക്കണോ? നീ പറയുന്നൊക്കെ സത്യമാണെങ്കിൽ സുശീലയുടെ ഭീഷണിക്ക് വഴങ്ങേണ്ട കാര്യമൊന്നും നിനക്കില്ല. പക്ഷെ അത് ആ പെണ്ണും പിള്ളയുടെ മുഖത്ത് നോക്കി പറയാതെ നീ എന്താടാ ഒളിച്ചു കളിക്കുന്നേ? അതെ, സുശീലേച്ചി ഇത്ര ധൈര്യത്തിൽ ഇവിടെ കയറി വന്ന്
നിന്നെക്കുറിച്ച് ഞങ്ങളോട് ഇത്രയൊക്കെ പറയണമെങ്കിൽ അതിലൊരു കാര്യമില്ലെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഗോകുലെ. എന്റെ അമ്മേ, ആ സ്ത്രീ ഒടുവിൽ പറഞ്ഞു പോയതെന്താ? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ എന്റെ തലപ്പത്തുള്ളയാള് വാക്ക് പാലിക്കുമെന്നല്ലേ? അല്ലേ? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ഇതേ കാര്യത്തിൽ എന്നേക്കാൾ വലിയ ആരെയോ അവരുന്നം വെക്കുന്നുണ്ടെന്നുള്ളത് തന്നെയല്ലേ? അവിടുന്ന് കിട്ടേണ്ടത് കിട്ടിയാൽ ഈ സുശീലാന്റി അടങ്ങിക്കോളും. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ രണ്ടാളും ടെൻഷൻ ആവണ്ട. അല്ല പിന്നെ സുശീലയോ? ഹാർട്ട് അറ്റാക്ക് വന്ന് 4-5 ദിവസം ICUയിൽ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു കേട്ടല്ലോ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റാടുന്ന വീണ്ടും അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സുശീലയ്ക്ക് അറ്റാക്ക് വന്നതുപോലെ തിരിച്ചു പോകും സാറേ. സാക്ഷാൽ കാലം കയറുകൊണ്ട് മുമ്പിൽ വന്ന് നിന്നാലും സുശീല ചിലപ്പോ ഡേറ്റ് നീട്ടി വാങ്ങിക്കും. അങ്ങനെ പല കഴിവുകളും സുശീലയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. അല്ല, ഇപ്പൊ എന്താ ഇവിടെ? ഞാൻ ഗോകുലിനെ കാണാൻ പോയിരുന്നു. അവിടെ അവന്റെ അച്ഛനും അമ്മയും വാതുക്കൽ വന്നു നിന്ന് മകൻ വീട്ടിലില്ലെന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അതുപോലെ ദാസാറും എന്നെ ഒഴിവാക്കാൻ നോക്കുവാണോ? ഏയ്, ഞാൻ ഒരിക്കലും വീട്ടിൽ വരുന്നവരെ അങ്ങനെ പറഞ്ഞു വിടില്ല. എന്നാ സുശീല കയറിയിരിക്കെ. ഓ, ഇരിക്കുന്നില്ല സാറേ, ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോളാം. അല്ല, പുറത്തുനിന്ന് സംസാരിച്ച അത് സാറിന് നടക്കടാവല്ലോ അല്ലേ? സുശിയുടെ വാക്കുകളിലൊക്കെ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ. എന്താ കാര്യം? കാര്യം സാറിനറിയാലോ. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഗോകുലിനെ വിളിച്ചിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് മഞ്ചാടിയുടെ കല്യാണം മുടങ്ങിയത് ജീവൻ രാജ് കായലിൽ വീണതുകൊണ്ടാണെന്നും അതുകൊണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം അവൻ തരില്ലെന്നും. അവനത് എന്നോടും പറഞ്ഞു. അത് ശരിയല്ല. സുശീല എടുത്ത എഫർട്ടിന് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാനും പറഞ്ഞു. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തന്നെ ഒഴിവാക്കാൻ